അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ വിശുദ്ധ വായിക്കാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്നെണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരാരുമില്ല. മനുഷ്യ സഹജമാണ് ആഗ്രഹങ്ങൾ. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പൗലോസിൻ്റെ 10 ആഗ്രഹങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് വായിച്ചു കേട്ടത്. ദൈവത്തിൻ്റെ വചനപ്രകാരം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ആഗ്രഹങ്ങൾക്ക് എതിരല്ല. കാരണം സങ്കീർത്തനത്തിലൂടെ നമ്മൾ കാണുന്നത് നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ എന്ന് 20-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിലും, അതുപോലെ അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം നിനക്ക് തന്നു, അവന് നൽകി എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 21:2 145-ാം സങ്കീർത്തനം 15 തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കുമെന്ന് കാണുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് ദൈവം എതിരല്ല. പക്ഷേ ഒരാത്മീയനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ അനുസരണത്തിലായിരിക്കണം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പൗലോസ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആഗ്രഹങ്ങൾ, തൻ്റെ അഭിലാഷങ്ങൾ ഇവിടെ തുറന്ന് കാണിക്കുകയാണ്. ഒന്നാമത്തെ ആഗ്രഹം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിനെ നേടണം എന്നുള്ളതായിരുന്നു തൻ്റെ ആഗ്രഹം. വേഴ്സ് 9-ാമത്തെ വാക്യത്തിൽ അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിൻ്റെ 1-ാമത്തെ ആഗ്രഹം ക്രിസ്തുവിനെ നേടണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഈ ലോകത്തിലുള്ള ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന അഭിലാഷമായിരിക്കണം, ആഗ്രഹമായിരിക്കണം കർത്താവിനെ നേടുക എന്നുള്ളത്. ബൈബിളിൽ പറയുന്നത് ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് ഒരു പ്രയോജനവുമില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം, ഈ കഴിഞ്ഞ മാസം തന്നെ നടന്ന ഒരു സംഭവം പറയട്ടെ. നമ്മുടെ ഈ സിറ്റിയിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് ഔട്ട്റീച്ച് പ്രവർത്തനങ്ങളുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ 2 സഹോദരങ്ങൾ ഇവിടെ ഈ പട്ടണത്തിൽ തന്നെ ഒരു സ്ഥലം സന്ദർശിച്ചപ്പോൾ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് ഒരു ഭവനത്തിൽ ഒരു കൂട്ടായ്മ, ഒരു പ്രാർത്ഥന നമ്മൾ ആരംഭിച്ചു. അവർ ഒരിക്കലും കർത്താവായ യേശുവിനെ അറിഞ്ഞവരല്ല, ഈ ലോകപ്രകാരമുള്ള ദൈവങ്ങളെ സേവിച്ചു വരുന്നവരായിരുന്നു. എന്നാൽ അവരുടെ ഭവനം നമുക്ക് വേണ്ടി തുറന്നു തന്നു. നമ്മൾ പതിവായി എല്ലാ ആഴ്ചയിലും പോയി ദൈവത്തിൻ്റെ വചനം അവരോട് ഷെയർ ചെയ്തു, സംസാരിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിനെക്കുറിച്ചും കർത്താവിലുള്ള പ്രത്യാശയെക്കുറിച്ചും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യതയെക്കുറിച്ചൊക്കെ അവരുമായി പങ്കുവെച്ചു. എന്നാൽ ആ വീട്ടിലെ പിതാവ് ഒരു രോഗിയായിരുന്നു. അദ്ദേഹം ഈ ദൈവത്തിൻ്റെ വചനം വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രോഗം പെട്ടെന്ന് കൂടി. അദ്ദേഹം ആശുപത്രിയിലേക്കൊക്കെ പോയി ഒരു സർജറിക്ക് വിധേയനായി. അതിനുശേഷം കുറച്ച് ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു. അതിനുശേഷം താൻ ഈ ലോകത്തു നിന്ന് മരണപ്പെട്ടു പോയി. എന്നാൽ ഏതാനും മാസങ്ങൾ മാത്രമേ, 2-3 മാസങ്ങൾ മാത്രമേ ആ വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥന നടത്തിയുള്ളൂ. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ഭാര്യയോട് പറയുകയാണ്, നമ്മുടെ ആചാരപ്രകാരം എന്നെ
ഒന്നും ചെയ്യല്ല, ഈ സ്ഥലത്ത് നമ്മുടെ ഈ പറമ്പിൽ തന്നെ എന്നെ അടക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇതിന് ശേഷം അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും നമ്മുടെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. അത് കർത്താവിനോടുകൂടെ ആയിത്തീരണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് അവൻ്റെ വചനപ്രകാരം ജീവിക്കണമെന്നുള്ള ആ വചനം മാത്രമേ അവരോട് ഷെയർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സമയത്ത് തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഈ തൻ്റെ ആയുസിൻ്റെ അവസാന കാലഘട്ടത്തിൽ കർത്താവായ യേശുവിനെ അറിയുവാനായിട്ടും ആ പ്രത്യാശയിൽ ജീവിച്ച് മരിച്ചു പോകാനിടയായി തീർന്നു. ഞാൻ വളരെയധികം സന്തോഷിച്ചു. ഞങ്ങൾ വീണ്ടും ആ വീട്ടിൽ കടന്നു ചെന്നു. അപ്പോൾ അവരോട് അന്നവിടെ കൂടിയിരുന്ന 10-15 ആളുകളുണ്ടായിരുന്നു. അവരോട് ദൈവത്തിൻ്റെ വചനവും വളരെ ശക്തമായി ഷെയർ ചെയ്തു. നിത്യതയെക്കുറിച്ചും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്തിച്ചേരണമെന്നുള്ള ആ വലിയ ആഗ്രഹത്തിൽ ജീവിക്കണമെന്ന് അവരോടെല്ലാം പറയുവാനായിട്ടിടയായി. അതുകൊണ്ട് നമ്മുടെ ഈ കൊച്ചായുസ്സിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം കർത്താവിനെ അറിയുക എന്നുള്ളത് തന്നെയാണ്. കർത്താവിനെ നേടണം. ഒരിക്കൽ ഒരു കഥ ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരു രാജാവ് തൻ്റെ ബർത്ത്ഡേയ്ക്ക്, തൻ്റെ ജന്മദിനത്തിൽ രാജ്യത്തുള്ള ആളുകളെല്ലാം വിളിച്ച് അത് ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരെയും ക്ഷണിച്ചു. താൻ എല്ലാവർക്കും വിലയേറിയ ഗിഫ്റ്റുകൾ, വരുന്ന ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് പോകാം, അതിനുവേണ്ടി ഒത്തിരി സമ്മാനങ്ങൾ തൻ്റെ കൊട്ടാരത്തിൽ ഒരുക്കി വെച്ചു. ആളുകൾ കടന്നു വന്നു, രാജാവിനെ വണങ്ങി ഓരോ ഗിഫ്റ്റ് ഏതിലേറ്റവും വിലപിടിപ്പുള്ളത് ഏതെന്ന് നോക്കി കണ്ടുപിടിച്ച് ഓരോരുത്തരായി എടുത്തുകൊണ്ട് പോയി. ഒരമ്മയുടെ കൈ പിടിച്ച് ഒരു പൈതൽ, ഒരു കുട്ടി വന്നിരുന്നു. ആ കുട്ടി ഓടി വന്നു, ഓരോ സമ്മാനപ്പൊതികൾ ഇങ്ങനെ മാറി മാറി എടുത്ത് നോക്കി. എന്നിട്ട് അവന് അമ്മയുടെ കൈ പിടിവിച്ചുകൊണ്ട് നേരെ രാജാവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. രാജാവിനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഭടന്മാരും അതുപോലെ അവിടെ നിന്നവരെല്ലാവരും ഓടിക്കൂടി, ഇത് എന്താണ്? അപ്പോൾ രാജാവ് ചോദിച്ചു, മോനെ, നിനക്ക് സമ്മാനമൊന്നും വേണ്ടേ? മോൻ പറയുകയാണ്, എനിക്ക് രാജാവിനെ കിട്ടിയാൽ മതി, എനിക്ക് രാജാവിനെ കിട്ടിയാൽ എനിക്കെല്ലാം ആയി. പലപ്പോഴും ഈ ലോകത്തിൽ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണ്. നമ്മുടെ ജീവിതത്തിൽ പല പല ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ കർത്താവിനോളം ആകരുത് അതൊന്നും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ ആഗ്രഹം. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറയുന്നത്, 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ കർത്താവിനോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ അപേക്ഷയും തൻ്റെ ആഗ്രഹവും ഒന്ന് തന്നെയായിരുന്നു. അത് യഹോവയുടെ മനോഹരത്വം കാണണം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കർത്താവിനെ കാണണമെന്നുള്ള ആഗ്രഹം, താൻ ഇരിക്കുന്നത് പോലെ തന്നെ നമ്മൾ അവനെ കാണുവാൻ തക്കവണ്ണം ആ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് കർത്താവിനെ നേടണം, ക്രിസ്തുവിനെ നേടണം എന്നുള്ളതായിരുന്നു പൗലോസിൻ്റെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ആഗ്രഹം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും അത് തന്നെ ആയിരിക്കണം. കർത്താവിനെ കഴിഞ്ഞൊന്നും വലുതല്ല. ഹല്ലേലൂയ. നമുക്ക് ഒന്നാമത്തെ സ്ഥാനം കർത്താവിന് തന്നെ, ക്രിസ്തുവിനെ നേടുവാനായിട്ട് ഇടയായി തീരണമെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, ഒരു വ്യക്തി, കർത്താവ് പറയുന്നത് എന്താണ്? സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെ സ്വർഗരാജ്യം നല്ല മുത്തന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. മത്തായിയുടെ സുവിശേഷം 13:44 മുതലുള്ള വാക്യങ്ങളാണ്. അപ്പം കർത്താവിന് പ്രാധാന്യം കൊടുക്കുക, വിലയേറിയത് നേടുക, അതാണ് നമ്മുടെ ആഗ്രഹം എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. പൗലോസിൻ്റെ ആഗ്രഹം അതായിരുന്നു. 2, ക്രിസ്തുവിലിരിക്കണം. ക്രിസ്തുവിലിരിക്കുക, അതൊരു വലിയ പദവിയാണ്, കർത്താവിൽ വസിക്കുക എന്നുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 4-5 വാക്യങ്ങളൊന്ന് വായിക്കാം.
എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കയപ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിപ്പിൻ. ഹല്ലേലൂയ. കർത്താവിൽ വസിക്കാതെ നമുക്ക് ഫലം കായ്ക്കുവാൻ സാധിക്കത്തില്ല. കർത്താവിലായി തീരണം. ഇവിടെ പറയുന്നത്, പൗലോസ് പറഞ്ഞ, ഞാൻ ക്രിസ്തുവിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കർത്താവിൽ തന്നെയാണ്. നമ്മുടെ ജീവിതം കർത്താവിലായിരിക്കണം, ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കുവാൻ സാധിക്കത്തുള്ളൂ. ക്രിസ്തുവിൽ മരിക്കുന്നവരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. കർത്താവിൻ്റെ വരവ് ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോട് ചേരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൽ വസിക്കണം, കർത്താവിലിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും കർത്താവിൽ തന്നെ ആയിരിക്കണം. അതാണ് വിശുദ്ധ പൗലോസിൻ്റെ ആഗ്രഹം. അതായിരുന്നു, ക്രിസ്തുവിലായിരിക്കണം, എപ്പോഴും ക്രിസ്തുവിൽ തന്നെ. കർത്താവ് അവൻ്റെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെ മുഖ്യ സ്ഥാനം അതേ കർത്താവ് തന്നെ ആയിരിക്കണം. ക്രിസ്തുവിലായിരിക്കാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൗലോസിൻ്റെ ആഗ്രഹം അപ്രകാരമായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന മൂന്നാമത്തത്, ക്രിസ്തുവിൻ്റെ നീതി പ്രാപിക്കണം. ക്രിസ്തുവിൻ്റെ നീതി പ്രാപിക്കണം. ന്യായപ്രമാണത്തിൻ്റെ നീതി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അത് നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ നീതി എന്ന് പറയുന്നത് അത് ഈ കർത്താവിൻ്റെ നീതിയെപ്പോലെ ആയിരുന്നില്ല. ക്രിസ്തുവിൻ്റെ നീതിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നമ്മളെ ദൈവം നീതീകരിച്ചു. ന്യായപ്രമാണത്തിൻ്റെ നീതി കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അങ്ങനെയുള്ള ഒരു നീതിയായിരുന്നു. ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ നമുക്ക് ഒരിക്കലും അവകാശമില്ലായിരുന്നു. കാരണം പാപത്താൽ നമ്മൾ അന്യപ്പെട്ടവരായിരുന്നു. പാപത്താൽ നമ്മൾ ദൈവത്തോട് ശത്രുത്വം പുലർത്തിയവരായിരുന്നു. അതുകൊണ്ട് എന്നാൽ ക്രിസ്തുവിൻ്റെ നീതി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കർത്താവ് നമ്മളെ സൗജന്യമായി നീതീകരിച്ചു. കുറ്റമില്ലാത്തവരായിട്ട് ദൈവം നമ്മളെ പ്രഖ്യാപിച്ചു. കർത്താവിലൂടെ പിതാവായ ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മളെ നീതിമാന്മാരായിട്ട് കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവമുള്ളവരെ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അതെ, ക്രിസ്തുവിൻ്റെ നീതി പ്രാപിക്കുന്നവരായിരിക്കണം. ക്രിസ്തു നമ്മളെ സൗജന്യമായി നീതീകരിച്ചതുപോലെ, ഹല്ലേലൂയ, നമ്മൾ ആ നീതിയിൽ നടക്കുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് നാലാമത്തെ പോയിന്റ് പ്രകാരം കാണുന്നു, ക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. 10ാമത്തെ വാക്യം കാണുന്നു, ക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതത്തിൽ കർത്താവിനുള്ള സ്നേഹം മൂർച്ഛിച്ചിട്ട് അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. എനിക്ക് അവന് വേണ്ടി രക്തസാക്ഷിയായി മാറണം. കർത്താവിന് വേണ്ടി മരിക്കുവാനും ഞാൻ ഒരുക്കമാണെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. നമുക്ക് ഇത്രത്തോളം സ്നേഹം കർത്താവിനോടുണ്ടോ? അപ്പോൾ കർത്താവിനുള്ള സ്നേഹത്തെയാണ് അത് കാണിക്കുന്നത്. കർത്താവിന് വേണ്ടി മരിക്കുവാനായിട്ട്, കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കാനായിട്ട്, കർത്താവിന് വേണ്ടി എന്തും ഏതും ആയിത്തീരുവാനായിട്ട് ഉള്ളതായിരിക്കുന്ന ഒരു ആഗ്രഹം, അതിയായ ആഗ്രഹം, അത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 21:14 പറയുന്നത്, കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഫിലിപ്പിയർ 1:21 നമുക്കറിയാം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. പൗലോസിൻ്റെ ജീവിതം അത് തെളിയിച്ചു തന്നു. പ്രിയമുള്ളവരെ, കർത്താവിനോട് നമുക്ക് എത്രമാത്രം സ്നേഹമുണ്ട്. അവന് വേണ്ടി മരിപ്പാൻ നമ്മൾ തയ്യാറാണോ? ഹല്ലേലൂയ. കർത്താവ്, ഹല്ലേലൂയ, അപ്രകാരമുള്ള ഒരു തീരുമാനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. കർത്താവിന് വേണ്ടി എന്തും ഏതും ആയിത്തീരുവാനായിട്ട്. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സമ്പൂർണ്ണമായിരിക്കുന്നൊരു സമർപ്പണം അത് പൗലോസ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. 5ാമത്തെ, ക്രിസ്തുവിനെ അനുഭവിച്ചറിയണം. 10ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, കർത്താവിനെ അനുഭവിച്ചറിയണമെന്ന് പൗലോസിൻ്റെ അതിയായ അഭിലാഷമായിരുന്നു. കർത്താവിനെ അടുത്തറിയുക. പുറപ്പാട് പുസ്തകം 33:12
അതുപോലെ സങ്കീർത്തനത്തിൽ 34:8 നമുക്കറിയാം, കർത്താവിനെ രുചിച്ചറിയുക. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കർത്താവിനെ അനുഭവിച്ചറിയണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി തീരണം. പലപ്പോഴും ഈ അനുഭവം പൗലോസ് തൻ്റെ പ്രസംഗങ്ങളിലും താൻ പോയ സ്ഥലങ്ങളിലൊക്കെയും പങ്കുവച്ചു. കർത്താവായ യേശു തൻ്റെ ജീവിതത്തിൽ ചെയ്ത വിടുതൽ, കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ, ആ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് താൻ കണ്ട ദർശനങ്ങൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയ സാഹചര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നു, അവൻ രുചിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ രുചിച്ചറിയുന്നവരായിരിക്കണം. നമ്മളെല്ലാവരും രുചിച്ചറിയുന്നവരാണ്, നമ്മളെല്ലാവരും അനുഭവിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാനും മറ്റുള്ളവർക്കതൊരു ആശ്വാസമായി, വിടുതലായി, അനുഗ്രഹമായി തീരുവാൻ, അനേകർ യേശു കർത്താവിനെ അറിയുവാനായിട്ട് അതൊരു മുഖാന്തരമായി തീരും. പൗലോസ് താനായിരുന്ന സ്ഥാനങ്ങളിലൊക്കെയും പല ഭാഗങ്ങളിലായിട്ട് തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവെച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. താൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലേക്ക് വന്നതിൻ്റെ ഫലമായിട്ട് താൻ കർത്താവിന് വേണ്ടി സാക്ഷിയായ അനുഭവങ്ങളും എല്ലാം പങ്കുവയ്ക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങൾ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആ അനുഗ്രഹങ്ങളും കൃപകളും മറ്റുള്ളവരുമായി നമ്മൾ പങ്കുവയ്ക്കണം. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, എനിക്ക് സുവിശേഷം പറയാൻ അറിയത്തില്ല, ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, എന്താണ്? നമ്മുടെ അനുഭവം പങ്കുവയ്ക്കുക. മറ്റുള്ളവരുമായി നാം അനുഭവിക്കുന്ന സന്തോഷം, നമ്മളെങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു, അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെച്ചാൽ മാത്രം മതി. അവർ കർത്താവിനെ അറിയാൻ ഇടയായിത്തീരും. പൗലോസിൻ്റെ ജീവിതത്തിൽ താൻ അറിഞ്ഞതായിരിക്കുന്ന അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഭവിച്ചറിയണം, കർത്താവിനെ അറിയുക, അടുത്തറിയുക. കർത്താവിനെ അറിയാതെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ രുചിച്ചറിയാതെ അനുഭവിച്ചറിയാതെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് 23, അന്ന് ഞാൻ അവരോട് ഒരു നാളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്ത് പറയും. ഇപ്പം കർത്താവിനെ അറിയാതെ അനുഭവിച്ചറിയാതെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ദിനംതോറും മുന്നോട്ട് പോയില്ല എങ്കിൽ ഒരിക്കൽ കർത്താവ് നമ്മളെ നോക്കി പറയും, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ കേൾക്കാൻ ഇടയാകാതെ വണ്ണം കർത്താവിനെ അറിഞ്ഞ്, അവനെ അനുഭവിച്ചറിഞ്ഞ്, അവനെ രുചിച്ചറിഞ്ഞ്, ഹല്ലേലൂയ, ആ കർത്താവിൻ്റെ സന്നിധി ജീവിപ്പാനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. 6-ാമതായിട്ട് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയണം. പുനരുത്ഥാനത്തിൻ്റെ ശക്തി പൗലോസ് അത് രുചിച്ചറിഞ്ഞു. തൻ്റെ ആഗ്രഹം ജീവിതാവസാനം വരെയും ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ ജീവിക്കണമെന്നുള്ളതായിരുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് തന്നെയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും നിയന്ത്രണത്തിലും ആ ശക്തിയിലും നമ്മൾ മുന്നോട്ട് ജീവിക്കണം. പൗലോസിൻ്റെ ജീവിതത്തിൽ തൻ്റെ അവസാനം വരെയും ആ ശക്തിയിൽ ജീവിച്ച് പ്രവർത്തിച്ച് ആ കർത്താവിൻ്റെ സന്നിധിയിൽ അത് വലിയ സാക്ഷിയായി നിൽപ്പാൻ ദൈവം സഹായിച്ചു. ആ ശക്തി കർത്താവിനെ സാക്ഷീകരിക്കുവാൻ ശക്തീകരിക്കുന്ന ശക്തിയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 നമ്മൾ കാണുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. നമ്മളെ സാക്ഷീകരിപ്പാൻ ശക്തിപ്പെടുത്തുന്നു. കർത്താവിനെ സാക്ഷീകരിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ,
കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനായിട്ട് ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മളെ ശക്തീകരിക്കും. ആ ശക്തിയിൽ നിലനിൽക്കുമ്പോൾ, ആ ശക്തിയിൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആ അതേ ശക്തി തന്നെ നമ്മളെ ഉയർപ്പിക്കും. ഇവിടെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയണം. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ ശക്തി അനുഭവിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം. ആ ശക്തി നമ്മൾ അനുഭവിച്ചറിയാതെ, അല്ലെങ്കിൽ ആ ശക്തിയിൽ നിറഞ്ഞ് ആ ശക്തിയിൽ ജീവിക്കാതെ പോയാൽ കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുകയില്ല. ആ കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ആ കർത്താവിൽ, അതെ, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് നമ്മൾ ഉയർപ്പിക്കുന്നത്. ആത്മാവിൻ്റെ ശക്തിയിൽ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാനായിട്ട്, അതെ, വിശുദ്ധ പൗലോസ് വളരെയധികം ആഗ്രഹിച്ചു. ഏഴാമത്തത്, കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയുക. കൂട്ടായ്മ പല രീതിയിലുണ്ട്. പണം കൊടുത്ത് കൂട്ടായ്മ ആചരിക്കണം, അല്ലെങ്കിൽ നന്മ ചെയ്ത് കൂട്ടായ്മ ആചരിക്കാം. എന്നാൽ തിരുനാമത്തിനു വേണ്ടി കഷ്ടം സഹിച്ച് കൂട്ടായ്മ ആചരിക്കുന്നത്, അങ്ങനെ വേണ്ടി ആരും ആഗ്രഹിക്കത്തില്ല. എന്നാൽ ഇവിടെ പൗലോസിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? കഷ്ടം അനുഭവിച്ച്, കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ച് ഞാൻ കൂട്ടായ്മ ആചരിക്കുന്നു. ഇപ്പം കർത്താവിനോട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് ആ കർത്താവിനോട് കഷ്ടാനുഭവങ്ങളിൽ കൂട്ടായ്മ ആചരിപ്പാനായിട്ടുള്ള ഒരു ആഗ്രഹം. പൗലോസ് അത് വളരെയധികം ആഗ്രഹിച്ചു. അതിൻ പ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ പലപ്പോഴായി താൻ അനുഭവിച്ച് വന്നതായിരിക്കുന്ന കഷ്ടതകൾ, താൻ അനുഭവിച്ചതായ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിന്ദകളും അപമാനങ്ങളും അടിയും കല്ലേറും എല്ലാം നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് കൂട്ടായ്മ കാണിപ്പാനായിട്ട്, ആ കർത്താവിൻ്റെ കഷ്ടങ്ങളോട് കൂട്ടായ്മ അത് കാംക്ഷിച്ച് ആഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിക്കുന്നതായിരിക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എട്ടാമത്തെ കാര്യം, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്നും ആഗ്രഹിക്കുന്നു. 11-ാമത്തെ വാക്യമാണ്, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. എന്നാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ സാധാരണ മനുഷ്യർ പറയും, എന്താ, വല്ല വിധേനയും അങ്ങ് ചത്താൽ മതി, അല്ലേ? വല്ല വിധേനയും ചത്താൽ മതി. ഒരിക്കൽ ഏലിയാവ് അപ്രകാരം പറഞ്ഞു. ഏലിയാവിൻ്റെ ജീവിതത്തിൽ വലിയൊരു കഷ്ടം വന്നപ്പോൾ, ഒരു പ്രയാസം അല്ലെ ഒരു പ്രതികൂലം കടന്നു വന്നപ്പോൾ താൻ ഓടി ഒരു ചൂരച്ചെടിയുടെ ചൂട്ടിൽ വന്നു. അവിടെ ഇരുന്നിട്ട് പറയുകയാണ്, മരിച്ചാൽ മതി, ഇനി എനിക്ക് ജീവിക്കേണ്ട, മരിച്ചാൽ മതി. പ്രയാസങ്ങളും ഭാരങ്ങളും എല്ലാം ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെല്ലാവരും, സാധാരണക്കാരായിരിക്കുന്ന എല്ലാവരും എന്താണ്, ഇന്ന് മരിച്ചാൽ മതി, ഇനി ജീവിക്കേണ്ട. എന്നാൽ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മളെക്കുറിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്നതായിരിക്കുന്ന പദ്ധതി നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത്. ഏലിയാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന പദ്ധതി എത്ര വലുതാരെന്നറിയാമോ? മരണം കാത്ത് ചൂരച്ചെടിയുടെ ചൂട്ടിൽ കിടന്ന ഏലിയാവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മരണം കൂടാതെ എടുക്കാനായിട്ടുള്ളതാണ്. അപ്പം മരണം കാത്തു കിടന്നവൻ മരണം കൂടാതെ എടുക്കപ്പെടുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ എന്താണ്, അവന് അത് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ ഡിസിഷൻസ്, നമ്മുടെ തീരുമാനങ്ങൾ എപ്രകാരമാണ്? ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വലിയവ ഒരുക്കിയിട്ടുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മനസ്സിലാക്കാതെ ഈ ലോകത്തിലെ വെറും നിസ്സാരമായിരിക്കുന്ന ചെറിയ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഇനി ജീവിക്കേണ്ട. ഇവിടെ
നമുക്ക് കാണുവാൻ സാധിക്കുന്ന അതുതന്നെയാണ്. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉള്ള പുനരുത്ഥാനം പ്രാപിക്കണം. നമ്മുടെ ആഗ്രഹം അതായിരിക്കണം. കഷ്ടങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ അതൊക്കെ ഒരു നിസ്സാരമാണ്, നൊടി നേരത്തേക്കുള്ളതാണ്. ഈ ലോകത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒരിക്കലും നമ്മളെ നശിപ്പിക്കാനോ അല്ലെ നമ്മളെ തകർത്ത് കളയാനോ ഉള്ളതല്ല, നമ്മളെ പണിയാനായിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ഉയർത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളിലൂടെ ദൈവം എന്നെ നടത്തി. രോഗിയായി ഗോകുലം മെഡിക്കൽ കോളേജിൽ കിടന്ന സാഹചര്യത്തിൽ മരണത്തോട് മല്ലടിച്ച് ഡയാലിസിസ് ചെയ്യേണ്ടതായിരിക്കുന്ന ആ സാഹചര്യം വരെ കടന്നു വന്നു. പക്ഷേ ആ ഒരൊറ്റ ദിവസം എന്നെ ഡയാലിസിസ് ചെയ്യാനായിട്ട് തീരുമാനിച്ച ആ ദിവസം തന്നെ കർത്താവിനെ വിടുവിക്കാനായിട്ടിടയായിത്തീർന്നു. അന്ന് ആ ഗോകുലം ആശുപത്രിയിൽ തന്നെ 4ാമത്തെ വാർഡിൽ കിടന്നതായ ശ്രീലാൽ എന്നു പേരുള്ള ഒരു വ്യക്തി, അദ്ദേഹം കോമയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജി, അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവർ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് അവരും പ്രാർത്ഥിച്ചപ്പോൾ അവരെയും ദൈവം വിടുവിക്കാനായിട്ടിടയായി തീർന്നു. ഇപ്പം കഷ്ടങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ ഒരിക്കലും അതേ നമ്മളെ തിന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാനോ തകർത്ത് കളയുവാനായിട്ടല്ല. അതിലൂടെയൊക്കെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാനായിട്ടിടയായി തീരും. ഇവിടെ ഏലിയാവ് താൻ മരിപ്പാനായിട്ട് ഇച്ഛിച്ചുവെങ്കിലും ഇസ്രായേലിന് വേണ്ടി വലിയ 2 രാജാക്കന്മാരെ വാഴിച്ചു, ഏറ്റവും വലിയ ഒരു പ്രവാചകനെ കൂടെ വാഴിച്ചിട്ട് മരണം കൂടാതെ അവൻ എടുക്കപ്പെട്ടുവെങ്കിൽ, അതേ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. നമ്മുടെ ആഗ്രഹം അതായിരിക്കണം. ഏത് നിമിഷവും നമ്മുടെ ആഗ്രഹം അത് തന്നെ ആയിരിക്കണം. അതേ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആഗ്രഹം ഹല്ലേലൂയ കർത്താവിനോട് കൂടെ ചേരണം, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം, അല്ലെങ്കിൽ ക്രിസ്തുവിൽ മരിക്കണം. ഹല്ലേലൂയ. അത് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണോ? ഇല്ലല്ലേ? ക്രിസ്തുവിൽ മരിക്കുക, അത് തന്നെ ഒരു വലിയ പദവിയാണ്. കർത്താവിൽ ഇരിക്കുമ്പോൾ തന്നെ, കർത്താവിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൽ നിന്ന് പോകണം. അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിൽ നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഹല്ലേലൂയ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പൗലോസ് പറയുന്നത് ക്രിസ്തുവിൽ തികഞ്ഞവനാകണം. വേഴ്സ് 12ാമത്തെ വാക്യത്തിൽ അതാണ് കർത്താവ് പറയുന്നത്, ക്രിസ്തുവിൽ തികഞ്ഞവനായി വരണം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നുള്ളതാണ് പൗലോസിൻ്റെ മിഷണറി അജണ്ട എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതൊരു വ്യക്തിയെയും കർത്താവിൽ തികഞ്ഞവനാകണം. ഈ ലോകപ്രകാരമല്ല. ലോകപ്രകാരമുള്ള തികവ് നമുക്കറിയാം അല്ലേ? സാമ്പത്തികമായിട്ടുള്ള തികവ് അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും, അതാണ് ആളുകൾ നോക്കുന്നത്. എന്നാൽ ഒരു ആത്മീയനായിരിക്കുന്ന വ്യക്തിയെ വാർത്തെടുക്കുക, ക്രിസ്തുവിൽ വാർത്തെടുക്കുക, അവനെ ക്രിസ്തുവിൽ വളർത്തുക, അവനെ ക്രിസ്തുവിൽ സാക്ഷിയാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു പൗലോസിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മരണത്തിന് ശേഷം ആരെയും തികഞ്ഞവനാക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. അപ്പോൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് ജീവിച്ചോണം. ഈ ലോക ജീവിതത്തിന് ശേഷം മരണത്തിനപ്പുറം ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ഏറ്റവും ഒടുവിലായി 10ാമത്തെ പോയിന്റ്, പരമവിളിയുടെ വിരുദിനായി ഓടണം. പരമവിളിയുടെ വിരുദ് പ്രാപിക്കണം. ഒരു കാര്യം ഓർക്കണം, ഇവിടെ ഈ വിരുദ് പ്രാപിക്കുന്നത് ഈ ലോകത്തിൽ വെച്ചല്ല, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെച്ചാണ് വിരുദ് പ്രാപിക്കുന്നത്.
ഓടുന്ന അനേകം പേരുണ്ടെന്നാൽ ബിരുദ പ്രാപിക്കുന്ന എല്ലാവരും ബിരുദ പ്രാപിക്കുന്നില്ലെന്ന് പൗലോസ് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 9:24 നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഒരു ഓട്ടക്കളത്തിലാണ് നമ്മളെല്ലാവരും. കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ബിരുദ പ്രാപിപ്പാൻ തക്കൊണ്ട് നമ്മൾ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ പരമവിളിയുടെ ബിരുദ പ്രാപിക്കുവാനായിട്ടുള്ള ആഗ്രഹത്തിൽ നമ്മളെല്ലാവരും ഓടണമെന്നാണ് വിശുദ്ധ പൗലോസ് നമ്മളോട് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 3:21 പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. കർത്താവ് തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇരിക്കുന്നിടത്ത് അവനെ ഇരുത്തും. പ്രിയമുള്ളവരെ, കർത്താവ് ഇരിക്കുന്ന സ്ഥലത്ത് കർത്താവിനോടുകൂടെ ഇരിക്കാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവിനോടുകൂടെ ഇരിക്കുവാൻ. ഹല്ലേലൂയ! അതൊരു വലിയ പദവിയാണ്. രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ആ കർത്താവിനോടൊപ്പം ഇരിക്കുക. ഹല്ലേലൂയ! അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പൗലോസിൻ്റെ ആഗ്രഹം അതായിരുന്നു. ഹല്ലേലൂയ! അതെ, ആ ബിരുദ പ്രാപിക്കണം, കർത്താവിനോടുകൂടെ എനിക്ക് ഇരിക്കണം. പൗലോസ് തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. നല്ല പോർ പൊരുത് ഓട്ടം തികയ്ക്കണം, വിശ്വാസം കാത്തു സൂക്ഷിക്കണം. പ്രിയമുള്ളവരെ, കർത്താവ് അതിനു വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പരമവിളിയുടെ ബിരുദിനായിട്ട് ലാക്കിലേക്ക് ഓടാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലെ ജീവിതം എന്താണ്? ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അല്പനേരത്തേക്കേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം, അതേ ഓടുവാനായിട്ട് എബ്രായ ലേഖനം 12:1 പറയുന്നു, ആകയാൽ നാമും സാക്ഷികൾ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടും. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവ് ഈ ഒരു ഓട്ടത്തിന് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ആ ബിരുദ പ്രാപിക്കുമ്പോഴും ആ ഓട്ടം സ്ഥിരതയോടെ ഓടണം. കർത്താവ് നമുക്കൊരു റൂട്ട് തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം ആ വചനപ്രകാരം ജീവിച്ച്, ആ വചനപ്രകാരം ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ബിരുദ പ്രാപിപ്പാനായിട്ട്, നമുക്കെല്ലാവർക്കും ബിരുദ കർത്താവിൻ്റെ പക്കലുണ്ട്. അത് കിട്ടുവോളം വിശുദ്ധ പൗലോസിൻ്റെ 10 ആഗ്രഹങ്ങളാണ് നമ്മൾ കണ്ടത്. തൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആഗ്രഹം അതായിരുന്നു, ആ ബിരുദ പ്രാപിക്കണം. നമുക്കെല്ലാവർക്കും വേണ്ടി ബിരുദമായി കർത്താവ് ഇവിടെ കാത്തു നിൽക്കുക. ആ ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ നമ്മൾ ഓടണം. ജയിക്കുന്നവന് കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ അവൻ വരം നൽകിയിരിക്കും. അതുകൊണ്ട് നാമും ബിരുദ പ്രാപിപ്പാൻ നമുക്ക് ഓടാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. God bless you.